ഒരു കാര്യം പറയാൻ വന്നതാണ്. ഹോസ്പിറ്റലിലാണ്, നല്ല തിരക്കാണ്. വരുന്നതിൽ ഭൂരിഭാഗം ആളുകൾ സാര രോഗമായിട്ടുള്ള പനി അഡ്മിറ്റൊക്കെ ആവുന്ന സ്റ്റേജാണ് വരുന്നത്. വീട്ടിലോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ സംഭവം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലുതാവാതെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറയാം. ഒന്ന് മനസ്സിൽ കരുതി വെച്ചോളാം. ഇപ്പൊ വൈറൽ പനിയാണ്, പ്രത്യേകിച്ച് കഫക്കെട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വരണ്ട ചുമ, ആകപ്പാട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലുക്ക്, ക്ഷീണം, തലവേന, ശരീരം വേന, വായിൽ കയ്പ്, ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ബുദ്ധിമുട്ട് ആദ്യം തുടങ്ങുന്നത് ജലദോഷവും തുമ്മലും കാര്യങ്ങളായിട്ടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെയാണ്. ജലദോഷം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് മൂക്ക് ചീന്തി കളയുക. അതിനുശേഷം കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കുക. വേറൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും മൂക്ക് ചീന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട്, ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. വെള്ളം വെച്ചിട്ടൊക്കെ ആവി പിടിക്കുന്നതിലാണ് കുറച്ചൊക്കെ കഫമൊക്കെ അങ്ങ് ക്ലിയർ ആയി പൊക്കോളും. അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് ഒരു ജലദോഷത്തിന്റെ ഗുളിക കഴിക്കുക. താഴെ അതിന്റെ ഏത് ഗുളികയാണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗുളിക മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം. അങ്ങനെ ജലദോഷമുള്ളവർ രാത്രിയിൽ 1 കഴിച്ചാൽ മതി. 1-2 ദിവസം കഴിക്കുമ്പോൾ തന്നെ ആ ഒരു അസ്വസ്ഥത മാറിക്കോളും. രണ്ടാമത്തത് പനിയായിട്ട് മാറിയിട്ടുള്ളവരാണ്. അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരും, ആകെപ്പാടെ ക്ഷീണിച്ചിട്ട് പിന്നെ കഫക്കെട്ടും കാര്യങ്ങളും അങ്ങനെ പ്രോഗ്രസ് ചെയ്യും. അതിന് ചെയ്യേണ്ടത് പനി എങ്ങനെയും കൺട്രോൾ ആക്കണം. അതിന് പാരസെറ്റമോൾ ആണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ഫാർമസി ചെന്ന് അത് ചോദിച്ചു മേടിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു പാരസെറ്റമോൾ പനി ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് കഴിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. രണ്ടാമത്തെ ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യണം. പിന്നെ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. വിശപ്പും ദാഹമൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് കഞ്ഞിയോ അങ്ങനെ ചെറുചൂടുള്ള എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ ഉള്ളിലോട്ടെത്തിക്കും. മൂന്നാമത്തത് ചുമയുള്ളവരോടാണ്. ചുമ ചെറിയ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചുമയുടെ ഒരു സിറപ്പ് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സിറപ്പ് കഴിക്കണം നിർബന്ധമായിട്ടും. അതിന്റെ കൂട്ടത്തിൽ ഒരു അലർജിയുടെ ഗുളികയും കൂടെ ഉണ്ട്, അതും മെൻഷൻ ചെയ്യുന്നുണ്ട് താഴെ. അതും നിർബന്ധമായിട്ട് ഇതിൻ്റെ കൂടെ കഴിച്ചിരിക്കണം. പനിയും കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പാരസെറ്റമോളൂടെ കഴിക്കാം. ഈ ചുമയുടെ സിറപ്പ് ഇപ്പോഴേ കഴിക്കുന്നതുകൊണ്ടുള്ള, അല്ലെങ്കിൽ അലർജിയുടെ ഗുളിക ഇപ്പോഴേ കഴിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം, ചുമ വലിയ രീതിയിൽ നീണ്ടു പോകത്തില്ല. കഫത്തിന്റെ പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ ഉള്ള കഫം പുറത്തോട്ട് വന്ന് അതങ്ങ് ക്ലിയർ ആക്കി കളഞ്ഞോളും. അപ്പൊ ഈ 3 ലക്ഷണങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയി പൊക്കോളും. വലിയൊരു പനിയിലോട്ട് പ്രോഗ്രസ് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസിലോട്ട് പഴയ പോലെ പോകാനും പെട്ടെന്ന് ഹെൽത്ത് റീഗെയിൻ ചെയ്യാനും മരുന്നുകൾ അധികം കഴിക്കേണ്ടി വരാത്തൊരവസ്ഥയും വരും. Stay safe, follow for more.